ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ വീണ്ടും നമ്മളെ ഇന്നത്തെ അതേപോലത്തെ ഒരു ടാസ്ക്കായിട്ടാണ് ഞാൻ കാലത്ത് തന്നെ വന്നിരിക്കുന്നത്. കാലത്ത് തന്നെ കുറച്ച് വൈകിട്ടോ, അത് വേറെ കാര്യം. ഞാൻ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരാണ് കമൻറ്റ് ചെയ്തത്, കൂടുതൽ പേര് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതിൽ കുറച്ച് പേര് ഈ പറയുന്ന പോലെ സപ്പോർട്ടാണ്, കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സന്തോഷം. എന്നാലും കുറച്ചധികം പേര് ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇല്ലെങ്കിൽ കേട്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാതൃഭൂമി ന്യൂസിന്, ഇപ്പോൾ മാതൃഭൂമി പേപ്പറാണ് ഇവിടെ അവൈലബിൾ, അതുകൊണ്ടാണ് ഞാൻ മാതൃഭൂമിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കമ്പാരിസണൊക്കെ ചെയ്യാനുള്ളൊരു തോട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളെ മാനിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇന്നും മാതൃഭൂമിയുടെ ജൂലൈ 12 മാതൃഭൂമി പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അനലൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെന്തായാലും ഫസ്റ്റ് പേജിൽ തന്നെ വലിയൊരു പരസ്യം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അംബാനി ഗ്രൂപ്പിൻ്റെ പരസ്യങ്ങളാണ്. അതിൽ കീം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ കീം പട്ടിക പ്രസിദ്ധീകരിച്ചു പട്ടിക. ഓക്കെ, ഹൈക്കോടതി റദ്ദാക്കിയതിനു ശേഷം സർക്കാർ പുതിയൊരു പട്ടിക പുറപ്പെടുവിപ്പിച്ചു. അതിൽ കേരള സിലബസുകാർ പുറകോട്ടും CBSE സിലബസിലുള്ളവർ മുന്നോട്ടും കൂടി റാങ്കുകളൊക്കെ മാറി ആകെ പ്രശ്ന കോലാഹലങ്ങളാണ്. KSU ഒക്കെ ഭയങ്കരമായിട്ട് സമരങ്ങളും പ്രശ്നങ്ങളും അട്ടിമറിച്ചു ആരോപിച്ചിട്ട് എന്താ പറയുക, അധികമായിരുന്നു ഇന്നലെ. ഓക്കെ, അപ്പോൾ അതിൽ നിയമ പോരാട്ടം തുടരും. കേരള സിലബസുകാരുടെ കൂട്ടായ്മ സുപ്രീം കോടതിയിലേക്ക് പറയുന്നത്, അതായത് കേരള സിലബസിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ അവർ സുപ്രീം കോടതിയിലേക്ക് ഇതിനെതിരെ അപ്പീൽ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം കുട്ടികളുടെയൊക്കെ ഭാവി ഇങ്ങനെ കിടന്നിങ്ങനെ എന്താ പറയുക ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും ആർക്കും ഇവിടെ വറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റാർട്ടാക്കുന്നതിനിടെ കാറിന് തീപിടിച്ചു. 3 കുട്ടികൾക്കും അമ്മൂമ്മയ്ക്കും പൊള്ളലിച്ചു. 2 കുട്ടികളും ഗുരുതരം എന്ന് പറയാം. ഇവിടെ നമ്മൾ പാലക്കാട് തന്നെയാണ്, ചിറ്റൂർ പുൽപ്പുള്ളിയിൽ വെച്ചിട്ട് വീടിന് മുന്നിൽ നിർത്തിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് ആദ്യത്തെ നിഗമനം പോലീസിൻ്റെ. പക്ഷേ എന്തായാലും അവിടെ പാലന ഹോസ്പിറ്റലിൽ നഴ്സായിട്ടുള്ള ഒരു സ്ത്രീയും അതുപോലെ തന്നെ LC എന്നാണ് അവരുടെ പേര്, മക്കളായ 10 വയസ്സും 4 വയസ്സും എല്ലാ മക്കളും 65 വയസ്സായിട്ടുള്ള അമ്മയാണ് സംഭവം ദാരുണമായിട്ടുള്ള പൊള്ളലേറ്റത്. അതിൽ 2 മക്കളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ ഇതിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്. ഓക്കെ, എന്തായാലും അവർക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ശരിയായി തിരിച്ച് വീട്ടിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ നാട്ടുവർത്തമാനം എന്ന ഒരു പോകുമ്പോൾ പ്രത്യേകിച്ച് പറയത്തക്ക ഒരു വാർത്തകളൊന്നുമില്ല. പൊത്തുണ്ടി ഉദ്യാനത്തിൻ്റെ ജീവനക്കാരെ ആക്രമിച്ചു, സഹോദരങ്ങൾ അറസ്റ്റ് എന്നാണ് പറഞ്ഞു. ഇവന്മാരുടെ തരയ്ക്ക് സുഖമില്ലെന്നാണ് പറയുന്നത്, അല്ല വിചാരിക്കുന്നത്, മനസ്സിലായോ? കാരണം ഇതിന് മാത്രമല്ല, നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ഫാമിലെ ജീവനക്കാരെയും മതി. കാരണം ഇവർക്കതൊരു സ്പെഷ്യലൈസാണ്. കാരണം ഓരോ ഉദ്യാനങ്ങളിൽ പോവുക, അവിടെ പ്രശ്നം എന്താ പറഞ്ഞാൽ അവിടെ ജീവനക്കാരിയെ എന്താ പറയുക വൃത്തികേട് സംസാരിച്ചു എന്നാണ്. ജീവനക്കാരിയോട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചതിനെ ചോദ്യം ചെയ്തതിനാണ് അവരെ മർദ്ദിച്ചത്. ഓക്കെ, അപ്പോൾ അവരുടെ കാര്യം തന്നെ തീരുമാനമാണെന്ന് നമുക്കറിയാം അല്ലേ. എന്തായാലും പോലീസ് അതിനനുസരിച്ച് ഇടപെടുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ മാതൃഭൂമിയുടെ ശരിക്കും ഹെഡിങ് എന്നുള്ളത് പറയുന്നത് തീർപ്പാകാത്ത 7,30,000 കേസുകൾ കെട്ടഴിക്കും കേന്ദ്രം എന്നാണ് പറയുക. അതായത് തീർപ്പാവാതെ കിടക്കുന്ന ഏകദേശം 7.5 ലക്ഷത്തോളം കേസുകൾ വളരെ പെട്ടെന്ന് തന്നെ തീർപ്പാക്കി വിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക കേന്ദ്രം സാക്ഷിയായ കേസുകളാണെന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, നടക്കട്ടെ. ഇതിൽ നമ്മൾ RSSൻ്റെ എന്താ പറയുക മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായാലും 75 വയസ്സിൽ വിരമിക്കണം, വഴി മാറണം. നേതാക്കന്മാർ ഇതിനെ കടിച്ചു തൂങ്ങി നിൽക്കരുത്, പുതിയ തലമുറയ്ക്ക് അവസരങ്ങൾ കൊടുക്കണം. 75 വയസ്സാകുമ്പോൾ അവർ വഴി മാറി പുറകിൽ വരുന്ന തലമുറയ്ക്ക് വഴി നൽകണം എന്നുള്ള ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് മോഹൻ ഭാഗവത് പറയുന്നത്. നല്ലതാണല്ലേ, അതെല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും പരീക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗുണം ചെയ്യും അല്ലേ. ഓക്കെ, മുരളീധര പക്ഷത്തെ വെട്ടി നിരത്തി പരീക്ഷണവുമായി BJP എന്നുള്ളത്. കാരണം BJP എന്താ പറയുക, രാജീവ് ചന്ദ്രശേഖർ നമ്മളെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ ഗ്രൂപ്പില്ലാത്ത ഒരാളാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പാർട്ടി അതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഗ്രൂപ്പാണെന്നാണ് ഈ മാതൃഭൂമി പറയുന്നത്. ഓക്കെ, അടുത്തത് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചൊരു വാർത്തയാണ്. മതചടങ്ങുകളിൽ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് നമ്മൾ ഈ കുറേ സ്കൂളുകളിലൊക്കെ അങ്ങനത്തെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷണറി, മുസ്ലിം അങ്ങനെ ആ ഒരു അവരുടെ അധികാരത്തിലുള്ള സ്കൂളുകളിലൊക്കെ
ഏത് സ്കൂൾ എല്ലാ ജാതിയുള്ള അങ്ങനത്തെ കീഴിലാണല്ലോ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉള്ളത്. അത് നമ്മളൊരു ഗതികേടാണ്, അത് വേറെ കാര്യം. അവിടെ അവരുടേതായ ചടങ്ങുകളിൽ അവിടെ മുഴുവൻ പങ്കെടുക്കണം എന്നുള്ള ചില നിയമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് നിർബന്ധിച്ച് പങ്കെടുപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഇതാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിലുള്ളത്. ഫ്രണ്ട് പേജിൽ നല്ല ഹെഡിങ്ങാണ് കേട്ടോ. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു നാട്ടുവാർത്തമാനം തിരിച്ച് വരുമ്പോൾ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 235 കിലോ കഞ്ചാവ് പിടികൂടി. കോയമ്പത്തൂർ വെച്ചിട്ട് പിടികൂടിയതാണ് പറയുന്നത്. അതിൽ തൂത്തുക്കുടി സ്വദേശി സതീഷ്, നാഗപട്ടണം സ്വദേശി വേദമണി എന്നിവരാണ് സൂറത്ത് പോലീസിൻ്റെ പിടിയിലായത്. ഓക്കെ, കേരളത്തിലേക്ക് വരികയാണ്. കാരണം അതൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നുണ്ട്. എന്തിനാ സുഹൃത്തുക്കൾ എങ്ങനെ അല്ലേ, വല്ലാത്തൊരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലഹരിയുടെ പിടിയിലാണ് കേരളം എന്നുള്ളത് യാതൊരു സംശയമില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയത് അടുത്ത പേജിൽ പോകുമ്പോൾ നിപ്പ 5 പേരുടെ പുനർസാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. ആശ്വാസമാണ് പാലക്കാടിനും കേരളത്തിനൊക്കെ. കാരണം നിപ്പയുടെ ഇതുവരെ പരിശോധനകൾ മുഴുവൻ നെഗറ്റീവാണ് കേട്ടോ. അതിലൊരു സമാധാനമുണ്ട്. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് മൈതാനങ്ങളോടെ പാലക്കാട് സ്പോർട്സ് ഹബ്ബ് വരുന്നു എന്നാണ് പറയുന്നത്. നല്ലതാണ് അല്ലേ. ചാത്തൻകുളങ്ങര ദേവസ്വവും KCA ക്രിക്കറ്റ് അസോസിയേഷനും പാട്ടക്കാർ ഒപ്പുവെച്ചു. ആദ്യഘട്ടം 2026 പൂർത്തിയാകും. പാലക്കാടിന് ക്രിക്കറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. നന്നാട്ടെ. അതിൻ്റെ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അധ്യാപകൻ ഗോവണിപ്പടിയിൽ നിന്ന് വീണ്ടും മരിച്ച നിലയിൽ. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് താമസ സ്ഥലത്ത് ഗോവണിപ്പട്ടി താഴത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ. ഇത്ര ദാരുണമായ സംഭവമാണ് എന്തായാലും. അത് കഴിഞ്ഞ റെയിൽപാളത്തിൽ സിമൻറ്റ് കട്ട തീവണ്ടി ആടി ഉടഞ്ഞെന്നാണ് പറയുന്നത്. എന്താ ഒരു കഷ്ടം. ഇതൊക്കെ ചെയ്യുന്നവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് എന്തൊരു സൈക്കോകളല്ലേ ഇവരൊക്കെ. എന്തിനാ ഒരു കാര്യമില്ലാതെ ഒരു എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ അല്ലേ. പ്രണയം എതിർപ്പ് യുവതിയുടെ അച്ഛനെ ബൈക്കിടിപ്പിച്ചു. ശിക്ഷ ഒഴിവാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി. ഓക്കെ, 6 മാസം തടവ് എന്നുള്ളത് ഹൈക്കോടതി ഒരു ദിവസമായി കമ്മിക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. നല്ലത്, വളരെ നല്ലത്. എന്താ ചെയ്യാറേ, പ്രണയത്തെ എതിർത്തുകൊണ്ട് യുവതിയുടെ അച്ഛനെ ബൈക്കിടിപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രണയത്തിന് കണ്ണില്ല എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെന്താ അടുത്ത വാർത്തയെ പറ്റി അതിലൊന്നും ഇനിയൊരു ഇതില്ല. മാതൃഭൂമി പേപ്പർ കൊണ്ട് ഇഷ്ടത്തേവന് തുലാഭാരം നടത്തിയ കാഞ്ഞിരപ്പുഴ വട്ടപ്പാറ വീട്ടിൽ B. രാജൻ ഇനി ഓർമ്മ. രാജൻ എന്ന് പറയുന്ന 24 വയസ്സുകാരാണ്. മാതൃഭൂമിയോട്ടുള്ള സ്നേഹം കൊണ്ട് മാതൃഭൂമി കൊണ്ട് പേപ്പർ കൊണ്ട് തുലാഭാരം നടത്തി ഇഷ്ടദേവനെ പ്രീതിപ്പെടുത്തി എന്നാണ് പറയുന്നത് അല്ലേ. ഒക്കെ ഓരോരുത്തരുടെ ഓരോ സ്റ്റൈലാണ്. ഓക്കെ, പിന്നെന്താ അടുത്ത വാർത്തകളിലേക്ക് പോകുമ്പോൾ റോഡിലൂടെ നടന്നു പോയ സ്ത്രീയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു. പഴയ ലക്കിടി, അതായത് ഒറ്റപ്പാലത്താണ്. പഴയ ലക്കിടിയിൽ പിടിച്ചുപറി നടന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് പാലപ്പുറത്ത് സംഭവം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പിടിച്ചുപറി നടന്നു. അവിടെ ആയ വിഷയമാകുമ്പോഴേക്കും തൊട്ടപ്പുറത്ത് മാല പിടിച്ചിട്ട് പോയി. അവരെന്നെയാണോന്നൊന്നും അറിയില്ല. പക്ഷേ എന്താ പറയുക, ആക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. എന്തായാലും അങ്കണവാടിയിൽ അധ്യാപികയുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് മാല കവരാൻ ശ്രമം. ഇതിങ്ങനെ പോയി എവിടെ പോകുന്നത്? ഇവിടുത്തെ പോലീസും പട്ടാളൊക്കെ എവിടെ പോവുക? ഇങ്ങനെയൊക്കെ ചോദിക്കാറാണ് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് അലർട്ടാവണേ. കാരണം പാവങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ. അതുപോലെ തന്നെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ബംഗളൂരുവിലെ തെരുവ് നായകൾക്ക് കോർപ്പറേഷൻ നൽകും കോഴി ഇറച്ചിയും ചോറും. ഓക്കെ, അതായത് കോർപ്പറേഷൻ്റെ ചിലവിൽ നായകൾ ഇനി തെരുവ് നായകൾക്ക് സൂപ്പറാണ്. ബാംഗ്ലൂർ ചോറും മറ്റേ ഇറച്ചിയൊക്കെ ഞങ്ങൾ കൊടുത്തോളാം, ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നായ്ക്കളെ ഈ ആക്രമണകാരികളാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവാം. എന്തായാലും അത് നോക്കാം. നമുക്കും ഈ പറഞ്ഞ പോലെ അതൊക്കെ പരിഹരിക്കാൻ പറ്റും നോക്കാമല്ലേ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ. അത് ഇവിടെ ചെയ്യുമ്പോൾ റിസൾട്ടൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. അതിന് വേണ്ടിയിട്ട് മുൻജില്ലിൽ ഫാസ്ടാഗ് കർശനമാക്കാൻ ദേശീയപാത അതോറിറ്റി. ഓക്കെ, വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൽ തന്നെ ഫാസ്ടാഗ് സ്ഥാപിച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽ പെടുത്തുന്നതാണ് വാഹനങ്ങളെ.
ദേശീയപാത അതോറിറ്റി പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവന്മാരൊക്കെ ഇത് പറയുന്ന ഒരു പിടുത്തമില്ല. റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇവർക്ക് ടോള് പിരിക്കാൻ യാതൊരുവിധ പ്രശ്നമില്ല. അതിനെതിരെ അധികാരികൾക്കൊരു പ്രശ്നം, അധികാരികൾക്ക് നോ പ്രോബ്ലം. അതൊന്നും വിഷയമല്ല കേട്ടോ. നമ്മളുടെ ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. ദേശീയപാത കൂടെ പോകാൻ പറ്റില്ല, കുണ്ടും കുഴിയും ബ്ലോക്കും ആയിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് ടോളിന് ഒരു പ്രശ്നമില്ല. ഇതിലാണ് ഇവിടെ കോടതി എവിടെ, ഇല്ലെങ്കിൽ അധികാരികൾ എവിടെ, ഭരണാധികാരികൾ എവിടെ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ആ സമയത്താണ് വരുന്നത്. ഓക്കെ, പിന്നെന്താ അത് കഴിഞ്ഞാൽ പിന്നെ ലണ്ടനിൽ മോദിയെ പുകഴ്ത്തി തരൂരിനിപ്പോൾ എന്തായാലും ഒരു സ്ഥിരമായിട്ടൊരു പരിപാടിയാണ്. ഇപ്പോൾ മോദിയെ പുകഴ്ത്തി BJPയെ പുകഴ്ത്ത കാര്യം പറഞ്ഞിട്ടാണ് പൊയ്ക്കൂടെ ഉണ്ട് തരൂരെ അല്ലേ. പിന്നെന്താ അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് അജിത് ഡോവൽ. ഓക്കെ, അതായത് ഇന്ത്യ കൃത്യമായി ലക്ഷ്യം വെച്ച് തകർത്ത കാര്യങ്ങളെല്ലാം വിശദമായി ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു അജിത് ഡോവൽ. നഷ്ടമൊന്നും ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ വിദേശ മാധ്യമങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് തെളിവ് തരണം. നിങ്ങൾ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് ഹാജരാക്കുന്ന വെല്ലുവിളിച്ചിരിക്കണം. ഓക്കെ, അച്ഛനെ ഇന്നലെ നമ്മൾ ടെന്നീസ് താരത്തെ വെടിവെച്ച് കൊന്നു, അച്ഛൻ വെടിവെച്ച് കൊന്നു, മകളെ വെടിവെച്ച് കൊന്നു വാർത്ത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അച്ഛനെ പ്രകോപിപ്പിച്ചത് അപകർഷ ബോധമെന്ന് പോലീസ്. അപകർഷ ബോധത്തിൻ്റെ പേരിലൊരു മകളെ, സ്വന്തം ജനിപ്പിച്ച് വളർത്തിയ മകളെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗങ്ങളോട് ഉപമിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ക്ഷമിക്കൂ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് സ്കൂൾ സമയമാറ്റത്തിൽ വീണ്ടും വിവാദം. ഖാദർ കമ്മിറ്റി ശുപാർശ നടപ്പാക്കാൻ വെല്ലുവിളി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സർക്കാരിനെ വരട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. കാരണം സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് അവർ എന്താ പറയുക, അതിന് യോഗ്യതയുള്ള ആളുകളെ കമ്മിറ്റിയായിട്ടെടുത്ത് അല്ലെങ്കിൽ കമ്മീഷനായി എടുത്തിട്ട് അവരുടെ ശുപാർശയാണ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്, സർക്കാർ നടപ്പാക്കാൻ പോകുന്നത് അല്ലേ. അതിനെതിരെ അങ്ങനെ എന്തോ പറയട്ടെ, സർക്കാർ തീരുമാനം മാറ്റം വയ്ക്കില്ല. അപ്പോൾ ഈ ജാതി മത സംഘടനകളൊക്കെ അവരെ വന്നിട്ട് അവരുടേതായിട്ടുള്ള പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിനൊക്കെ അനുവദിച്ച് കൊടുക്കണമെങ്കിൽ പിന്നെ വേറെ ആളുകളിലിവിടെ ഈ ജാതി മതം ഒന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അവരെപ്പോൾ എന്ത് ചെയ്യും അല്ലേ. അവരെയും കൂടി പ്രതിനിധിയല്ലേ സർക്കാർ എന്ന് പറയുന്നത്. അതിന് ഞാൻ എന്താ പറയുക, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ വരട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഒരു പോകുമ്പോൾ BJPയിൽ ഇപ്പോൾ പുതിയ സംഘടന പുതിയ സംഘടന രൂപീകരിക്കാൻ മീൻസ് ഭാരവാഹികളെ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ ശ്രീലേഖ വൈസ് പ്രസിഡൻ്റാണ്. ശ്രീലേഖ IPS ഓർമ്മയുണ്ടാവും, നമ്മളെ കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്തിരുന്ന ആളാണ്. ഓക്കെ, പിന്നെ ഞാൻ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ വിദ്യാഭ്യാസ ബന്ദ്, പണിമുടക്ക്, മഴ, എങ്ങനെ പഠിക്കും കുട്ടികൾ എന്ന് പറയുന്നത് ശരിയാണല്ലേ. സ്കൂൾ തുറന്ന ശേഷം മഴയും വിദ്യാഭ്യാസ ബന്ധും പണിമുടക്കും ഒക്കെ ആയിട്ട് അതിനിടയിൽ ബസ് ജീവനൊക്കെ പണിമുടക്കി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം സന്തോഷമൊക്കെ ആവും, കാരണം സ്കൂളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ. പക്ഷേ പഠനം നടക്കേണ്ട അല്ലേ, അതിനൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. അടുത്തത് വാണിജ്യം എന്ന പേജിലേക്ക് വരുമ്പോൾ പവൻ വിലയിൽ 440 രൂപയുടെ വർധന സംസ്ഥാനത്ത് അല്ലേ. അതായത് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 72,600 രൂപയായി ഒരു പവന്. ഓക്കെ, അങ്ങനെ പോട്ടെ. 9,075 രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്. പണിത് വരുമ്പോൾ നമ്മളെ പണിക്കൂലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇനി നമ്മൾ സ്വർണ്ണം നല്ല കയ്യിൽ കെട്ടണമെങ്കിൽ പൈസ ഇനി കൊടുക്കും. ജസ്റ്റ് വില മാത്രമാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വാണിജ്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് പറ്റുന്നത് ഡൽഹിയിൽ വീണ്ടും ഭൂചലനം ഉണ്ടായി. നമ്മൾ ഇന്നലെ പറഞ്ഞു, അതിനോടനുബന്ധിച്ച് വീണ്ടും ഭൂചലനം ഉണ്ടായെന്നാണ് പറയുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് പ്രവേശനം ഓഗസ്റ്റ് 14 വരെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓഗസ്റ്റ് 14 വരെ നീട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ കുട്ടികളുടെ ആധാർ വിവരങ്ങൾ 16 വരെ തിരുത്താം. ഓക്കെ, 16 വരെ തിരുത്താൻ അവസരം നൽകുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ ക്ലാസ്സുകളെയും വിദ്യാർത്ഥികളുടെ പേരിലെ 3 അക്ഷരം വരെയുള്ള തെറ്റുകൾ തിരുത്താം. ഓൺലൈൻ വഴിയാണ് തിരുത്താനാവില്ല, അതും പറഞ്ഞിട്ടുണ്ട്. 1-ാം ക്ലാസ് ഒഴികെയുള്ള വിദ്യാർത്ഥികളുടെ ജനനത്തീയതിയിലെ മാസവും ദിവസവും വ്യത്യാസമുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വർഷം തിരുത്താനാവില്ല. ഓക്കെ, അത് ശരിയാണല്ലോ, കാരണം ഏജുകളൊക്കെ മാറിപ്പോകും. പിന്നെന്താ, പുതിയ നവഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ശബരിമല നട തുറന്നു. നവഗ്രഹ പ്രതിഷ്ഠ നാളെയാണ്. ഓക്കെ,
പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ഭരണഘടന വിരുദ്ധമല്ലാന്ന് മുൻ ചീഫ് ജസ്റ്റിസുമാർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് പരിഹരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ചരമം എന്നൊക്കെ മറ്റേ പേജിലേക്ക് വരുമ്പോൾ മന്ത്രി പി അബ്ദുറഹ്മാൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം മാനന്തവാടി തൃശ്ശേരി ചേക്കോട്ട് ഉന്നതിയിൽ CV ബിജു സർക്കാർ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ്. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. എന്തായാലും SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയാണ് അദ്ദേഹം. ഓക്കെ, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ. പക്ഷെ എന്നാലും ഈ മരണം ആത്മഹത്യയൊന്നും ഒരു പരിഹാരമല്ല അല്ലേ. മഴ നനയാതിരിക്കാൻ ടിപ്പറിനടിയിൽ ഇരുന്ന യുവാവ് ലോഡ് ബോക്സ് ദേഹത്ത് വീണ് മരിച്ചു. ഭയങ്കര ദാരുണമായ സംഭവമാണ്. ഒരു 26 വയസ്സുള്ള ഒരു യുവാവാണ്. മഴ നനയാതിരിക്കാൻ കയറിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, ഒരു ദാരുണമായിട്ടൊരു സംഭവമാണത്. എന്തായാലും നമ്മൾ നേരെ സ്പോർട്സിലേക്ക് വരികയാണ്. താരങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ നിയന്ത്രണത്തെ പിന്തുണച്ച് ഗംഭീർ. അതായത് താരങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങളും കൂടെ ഭാര്യ മക്കളൊക്കെ കൂടി കൊണ്ടുപോകുന്നതിനെ എതിർക്കാണ് ഗംഭീർ. ഓക്കെ, കാരണം അവധി ആഘോഷിക്കാനല്ല ഇവിടെ വരുന്നത്, കളിക്കാനാണ്. അതിനൊപ്പം ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനല്ല വന്നിരിക്കുന്നുള്ള ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതൊക്കെ വേണം, അങ്ങനെ തന്നെ വേണം. കളിക്കാൻ വരുമ്പോൾ കളിക്കാൻ വരാം അല്ലേ. ഒപ്പത്തിനൊപ്പമാണ് ഇംഗ്ലണ്ടും ഇന്ത്യയും. ജോറൂട്ട് 104, ജസ്പ്രീത് ബുംറയ്ക്ക് 5 വിക്കറ്റ്. ബുംറ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നല്ല പരിപാടിയാണ്. ISLൻ്റെ ഭാവി തുലാസിലാണെന്നാണ് പറയുന്നത് കേട്ടോ. കരാർ പുതുക്കലിൽ അനിശ്ചിതത്വം, പുതിയ സീസൺ നീട്ടിവെച്ചെന്ന് FSDL. ISLലും ഏകദേശം തീരുമാനമാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രത്യേകിച്ച് അതിലൊന്നും ഇല്ല, പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല. അത് കഴിഞ്ഞ് നേരെ വിദേശ വാർത്തകളിലേക്ക് പോകുമ്പോൾ തീരുവക്കത്തിൽ കാനഡയ്ക്ക് ട്രംപിൻ്റെ കുത്ത് 35%. ഓക്കെ, ഇതാണ് സംഭവം. ട്രംപിനിങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മൂപ്പർക്കങ്ങനെ ഓരോന്ന് തോന്നും, മൂപ്പറിങ്ങനെ ഓരോന്ന് പറയും, ചിലപ്പോൾ അത് പിൻവലിക്കും. അങ്ങനെ ബ്രസീലിൽ ഇന്നലെ കണ്ടില്ലേ 50% തീരുവ കൊടുത്തു. ഒരു സാധനം 50%ഒക്കെ ടാക്സ് കൊടുത്തിട്ട് എവിടെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നേരെ അടുത്ത് പോയി കഴിഞ്ഞാൽ 9 ബസ് യാത്രക്കാരെ ബലൂച്ച് വിഘടനവാദികൾ വെടിവെച്ച് കൊന്നു. ഇസ്ലാമാബാദ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഒന്നും രക്ഷയില്ല. വനിതകൾക്ക് സർ വിളി വേണ്ടെന്ന് ബംഗ്ലാദേശാണ് പറയുന്നത് കേട്ടോ. അത് അങ്ങനത്തെ കീഴ്വഴക്കം റദ്ദാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിട്ടെന്ന് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്താണെന്ന് അറിയില്ല. സാർ വിളിയെ നമ്മൾ അംഗീകരിക്കുന്നത് അത് വേറെ കാര്യം. വനിതകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും. ഓക്കെ, കേരളത്തിൽ നിപ്പ ജാഗ്രതയിൽ തമിഴ്നാട് എന്ന് പറഞ്ഞു. പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച വാർത്ത നമുക്ക് പറഞ്ഞതാണ്, ന്യൂസുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ തമിഴ്നാട് അതിൻ്റേതായിട്ടുള്ള ജാഗ്രത, കാരണം അതിർത്തി പ്രദേശമാണ്, അതിൻ്റേതായ ജാഗ്രതയിലാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നല്ലതാണ്. ഓക്കെ, പിന്നെ തരൂരിനെ ഇഷ്ട വഴി സ്വീകരിക്കുന്നത് KM മുരളീധരനാണ്. കാരണം KM മുരളീധരൻ ഇപ്പോൾ ഒരാളെ കഴിഞ്ഞിട്ട് സൂപ്പറല്ലേ. കാരണം ഇവരൊക്കെ ഭയങ്കര അധികാര രാഷ്ട്രീയത്തിന് പുറകിലാണ് എല്ലാ രാഷ്ട്രീയക്കാരും അല്ലേ. ഭയങ്കര ഗതികേടാണ്. ജനങ്ങളിലേക്കൊരു അവസ്ഥ നോക്ക്. ജനങ്ങൾ നമ്മൾ ഇവരൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിക്കുക, അവരിങ്ങനെ കിടന്ന് കളിക്കാൻ നിൽക്കുക ജനങ്ങളെ വെച്ചിട്ട് അല്ലേ. ഷെറിൻ്റെ ശിക്ഷ ഇളവ് രഹസ്യമാക്കി ജയിലധികൃതർ. എന്താ കാര്യം? നമ്മളിന്നലെ പറഞ്ഞല്ലോ, ഷെറിന് ജാമ്യം കൊടുക്കാൻ തീരുമാനിച്ചു സർക്കാർ. ഒപ്പുവിട്ടും ഗവർണർ ഒപ്പുവെച്ചു നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോഴാണ്. അത് ജയിലധികൃതർ രഹസ്യമാക്കി വെച്ചിട്ട് എന്താ കാര്യം? ഓക്കെ, വ്യാപാര പോരിനിടെ US ചൈനീസ് വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ച. ഓക്കെ, ട്രംപ് ഭരണമേറ്റിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ US ചൈനയും കൂടിയിട്ടുള്ളത്. അത് വ്യാപാര പോര് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. നല്ല രീതിയിലുള്ള കൂടിക്കാഴ്ച ആവട്ടെ, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ലോകത്തിന് തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സമാധാനം കിട്ടുന്നൊരു അവസ്ഥ ആവട്ടെ വാണിജ്യ മേഖലയിലൊക്കെ അല്ലേ. അങ്ങനത്തെ ഒരു തീരുമാനങ്ങൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഗാസയിൽ അന്നം തേടുന്നതിനിടെ കൊല്ലപ്പെട്ടവർ 800ഓളം എന്നാണ് പറഞ്ഞത്. അതായത് ഭക്ഷണം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ആ സമയത്ത് ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 800 കടന്നു എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഈ ചെയ്യുന്നവർക്കും അറിയില്ല, അനുഭവിക്കുന്നവർക്കും അറിയില്ല എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത്. ശരിയല്ലേ? എന്തായാലും ഇന്നത്തോടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെന്ന് വിചാരിക്കുന്നു. നാളെ നല്ല രീതിയിലുള്ളൊരു ലോകം എഴുന്നേൽക്കുന്നത് പുതിയൊരു പുലരിക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ
ഈ ഒരു ടാസ്ക് ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറയണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കമൻറ്റുകൾ പറയണം. നിങ്ങളുടെ കമൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. താങ്ക് യു.